ഇത് കുഞ്ഞാലിപ്പാറ. ഇത് ചൊക്കനയിലെ ചായക്കട, നാട്ടുകാരുടെ പ്രധാന മീറ്റിംഗ് പോയിന്റ്. റിസോർട്ടിനകത്തെ പോത്തഞ്ചിറ വെള്ളച്ചാട്ടം. ട്രാവൽ ടാഗിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര ചൊക്കന എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. മറ്റത്തൂർ പഞ്ചായത്തിലെ കൊടകരാന്ന് കോടാലി വഴിയുള്ള ഒരു സ്ഥലത്തേക്കാണ്. അവിടെ കുറച്ച് കാഴ്ചകളാണ് പോണത്. ഇപ്പോൾ പോണ വഴിക്കാണ് അവിടെ കുഞ്ഞാലിപ്പാറ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് നമ്മുടെ ആദ്യത്തെ കാഴ്ച. ഇത് നമ്മുടെ സുഹൃത്ത് ഫ്രാങ്ക ചേട്ടൻ. ഹായ്. അദ്ദേഹം ധാരാളം യാത്രകളൊക്കെ ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഈ പ്രാവശ്യത്തെ യാത്ര. അപ്പോൾ ഇവിടുത്തെ കൂടെ കാഴ്ചകൾ കാണാം. കൊടകര കോടാലി റോഡിൽ മൂന്നുമുറി പള്ളിക്ക് തൊട്ട് മുമ്പ് വലത്തോട്ട് തിരിഞ്ഞ് കുറച്ച് പോയാൽ ഇവിടെ എത്താം. രണ്ട് പാറകൾ ചേർന്നാണ് ഇത്. ഏകദേശം ആനയുടെ മുതുക് പോലെയാണ് ഇതിൻ്റെ ഘടന. ചുറ്റും കോർമല മലനിരകളും കാണാം. അധികം ടൂറിസ്റ്റുകൾ എത്താത്ത നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലമാണിത്. കുഞ്ഞാലിപ്പാറയിൽ നിന്ന് വെള്ളിക്കുളങ്ങരയിലേക്ക്, അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് നായാട്ടുകുണ്ട് വഴി പോയാൽ ചൊക്കനയിലെത്താം. പ്രകൃതി രമണീയമായ കാനനപാതയിലൂടെയാണ് യാത്ര. ഹാരിസൺസ് മലയാളം ലിമിറ്റഡിൻ്റെ റബ്ബർ പ്ലാന്റേഷനാണ് ഇവിടെ കുറേയൊക്കെ കാണാൻ കഴിയുക. ഹാരിസൺസ് മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RPG ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള ഒരു കമ്പനിയാണ്. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തേയിലയുടെയും റബ്ബറിൻ്റെയും പ്രൊഡ്യൂസേഴ്സാണ് ഇവർ. ഇതാണ് ചൊക്കന. ഇവിടെ ഒരു ചായപ്പൊടിയും തൊട്ടടുത്ത് തന്നെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടും ഉണ്ട്. ഇവിടുത്തെ തൊഴിലാളികളും നാട്ടുകാരൊക്കെ സംഗമിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഇവിടെ അടുത്ത് പോത്തഞ്ചിറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. അവിടേക്കാണ് അടുത്ത യാത്ര. പോകുന്ന വഴിക്ക് ഒരു കുളമാണത്. ബിഫോൾ റിസോർട്ട്. ഈ റിസോർട്ടിനോട് ചേർന്ന് തന്നെയാണ് ഈ പോത്തഞ്ചിറ വെള്ളച്ചാട്ടം. റിസോർട്ടിലേക്കാണ് ഈ പോകുന്നത്.
ഇതാണ് റിസോർട്ട്. അവരുടെ സ്ഥലത്തിനോട് ചേർന്ന് തന്നെയാണ് ഈ വെള്ളച്ചാട്ടം. അവിടുന്ന് നേരെ കുണ്ടായിലേക്ക് പഴയ ഒരു പാലം ഇവിടെ കാണാം. കുണ്ടായിൽ നിന്ന് പാലപ്പള്ളി റോഡിലേക്ക് തിരിഞ്ഞാൽ ഒരു തൂക്കുപാലമുണ്ട്. തൊഴിലാളികൾക്ക് അക്കരെ കടക്കാനുള്ള പാലമാണിത്. പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് കാട്ടുപാതയിലൂടെ യാത്ര. ഇനി നാട്ടിലേക്ക്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇനി മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.